ഹായ് കുട്ടീസ്, ഇതെന്താണെന്ന് കണ്ടിട്ട് മനസ്സിലായോ? ഇല്ലെങ്കിൽ വാ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ മുരിങ്ങയ്ക്ക നന്നായിട്ട് അതിനകത്തെ അതിൻ്റെ ഒരു കാമ്പ് മാറ്റിയിട്ട് ബാക്കിയെല്ലാം നമ്മൾ ചുരണ്ടി എടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് ഉള്ളി, സവാളയോ കൊച്ചുള്ളിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊരു 10-15 മുരിങ്ങയ്ക്കൊക്കെ ഇത്ര എമൗണ്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇതാ നമ്മുടെ മുരിങ്ങ കാമ്പ് ബാക്കിയെല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ പാത്രത്തിനകത്ത് എടുത്ത് വെക്കണം കേട്ടോ. ഇത് ഇച്ചിരി കട്ടിപ്പണിയാണ്. പിന്നെ പച്ച കളറൊന്നും വീഴാൻ പാടില്ല. അതിനകത്ത് ഉള്ളിലത്തെ സാധനം മാത്രം. പിന്നെ ഇതിൻ്റെ മസാല എന്ന് പറഞ്ഞാൽ തേങ്ങ, മഞ്ഞൾപ്പൊടി, കുറച്ച് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ മസാലപ്പൊടി, കുറച്ച് പെരുംജീരകം, പിന്നെ നല്ല കാന്താരി മുളക് അങ്ങോട്ട് വെച്ച് ഒരു കറക്ക്, അത്രേ ആവുള്ളൂ കേട്ടോ. ഇത് സാധാ തോരൻ പോലല്ല, സ്പെഷ്യലാണ്. എന്നിട്ട് നമ്മൾ ചീനിച്ചട്ടിയൊക്കെ വെച്ചു, അതിനകത്ത് കടുകിട്ടു. പിന്നെ നമ്മൾ നമ്മുടെ സ്വന്തം വെളുത്തുള്ളി, ഇഞ്ചി കുറച്ച് കൊത്തി അരിഞ്ഞതും കൂടി ഇടണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കറിവേപ്പിലേക്ക് ഇട്ട് ഇപ്പം നല്ലൊരു മണം, ഒരു ചിക്കൻ കറി മസാലയുടെ മണം നമ്മുടെ മൂക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കൂട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്ത് ലേശം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ആവി കയറ്റണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ആവി കയറ്റണം കേട്ടോ. നല്ല സൂപ്പറായിട്ട് ഇത് അടച്ച് വെച്ച് വയ്ക്കണം. നിങ്ങൾ വിചാരിക്കും ഇത് വെച്ചാൽ ഉടനെ അങ്ങ് കിട്ടും, അല്ല, കുറേ വെയിറ്റ് ചെയ്യണം. ഒരു 10-15 മിനിറ്റെങ്കിലും ചെറിയ തീ വെച്ച് നമ്മളിത് നന്നായിട്ട് വേവിക്കണം. ഇപ്പോൾ ഇതിൻ്റെ കളർ ഇതാണല്ലോ. കുറേ കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോഴാണ് അതാണ്ട് ഈ ഒരു പരുവത്തിലെത്തുന്നത്. ഒരു കക്ക റോസ്റ്റ് അല്ല കക്ക ഇറച്ചി തോരനുണ്ടല്ലോ, അതൊക്കെയാവും. നമ്മുടെ മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും നോക്കണം.